പ്രിയരെ നമസ്കാരം. നാം ഇന്ന് കാണുന്നതും നാം ചിന്തിക്കുന്നതും വരാനിരിക്കുന്നതുമായ ഭാവി ഒന്നുമായിരിക്കില്ല പലപ്പോഴും പൗരാണികത വെളിപ്പെടുത്തുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ടതോ ഉന്നതമായ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിത വഴികളിലായിരിക്കാം പുരാതന കാലത്തെ ജീവിതങ്ങളും സൗകര്യങ്ങളും. പലർക്കും അത് സമ്മതിച്ചു നൽകുവാനോ അംഗീകരിക്കുവാനോ കഴിയുന്നില്ല. അത്തരം നിരവധി തെളിവുകളിൽ ഒന്നാണ് കുമാരിഖണ്ഡം എന്ന ഭൂഖണ്ഡം. ചിലപ്പോൾ കുമാരി നാട് എന്നും കുമാരിഖണ്ഡം എന്നും അറിയപ്പെടുന്നതും പുരാതന തമിഴ് നാഗരികതയിൽ സ്ഥിതി ചെയ്യുന്ന നഷ്ടപ്പെട്ട ഭൂഖണ്ഡമായി അറിയപ്പെടുന്ന കുമാരിഖണ്ഡം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ഈ മഹത്തായ ഭൂഖണ്ഡം സമുദ്രത്തിൽ മുങ്ങിപ്പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അതിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആശയം ഉയർന്നു വന്നതുമുതൽ ഈ വിഷയം നിരവധി ഊഹാപോഹങ്ങൾക്കും സമഗ്രമായ ഗവേഷണങ്ങൾക്കും ചൂടേറിയ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ ആഫ്രിക്ക, ഭാരതം, മഡഗാസ്കർ, ഓസ്ട്രേലിയ എന്നിവയുമായി ഭൂമിശാസ്ത്രപരമായും മറ്റു ബന്ധങ്ങളുമുള്ള സാദൃശ്യം വിശദീകരിക്കാനുള്ള ശ്രമത്തിൽ ചില യൂറോപ്യൻ അമേരിക്കൻ പണ്ഡിതന്മാർ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് നഷ്ടപ്പെട്ട ലെമൂറിയ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നടത്തിയത്. കൂടാതെ നഷ്ടപ്പെട്ട ഒരു ഭൂഖണ്ഡത്തിന്റെ സാന്നിധ്യം ചില ആദ്യകാല തമിഴ് കൃതികളിൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ മുങ്ങിത്താഴ്ന്ന ഈ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കാൻ കുമാരിഖണ്ഡം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. മുൻകാല സിദ്ധാന്തത്തെ കാലഹരണപ്പെടുത്തുന്നതിനായി പ്ലേറ്റ് ടെക്ടോണിക്സ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം എന്നിവയുടെ ആധുനിക ആശയങ്ങൾ പിന്നീട് കൊണ്ടുവന്നു. എന്നാൽ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസം പല തമിഴ് നവോത്ഥാനവാദികൾക്കും ദേശീയവാദികൾക്കും ഇടയിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. കുമാരിഖണ്ഡം യഥാർത്ഥമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഖേദകരമെന്ന് പറയട്ടെ, കുമാരിഖണ്ഡം മുഴുവനായും ഇന്ത്യൻ മഹാസമുദ്രം കവർന്നെടുത്തു. ഇംഗ്ലീഷ് ജിയോളജിസ്റ്റ് മഡഗാസ്കറിലും ഭാരതത്തിലും ലെമൂർ ഫോസിലുകളുടെ സാന്നിധ്യം കണ്ടെത്തിയപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നുവെന്ന ഊഹാപോഹം ഉയർന്നുവന്നു. കുമാരിഖണ്ഡം ജലത്തിനടിയിലുള്ള ഒരു പുരാതന നഗരമാണെന്ന് ചലനാത്മകമായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പുരാതന ഗ്രന്ഥങ്ങളിൽ കൗതുകകരമായ തെളിവുകളും അവലംബങ്ങളും ഉണ്ടെങ്കിലും ഈ നഷ്ടപ്പെട്ട ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ അസ്തിത്വം നിർണായകമായ തെളിവുകൾ അവശേഷിപ്പിക്കാത്തത് ദുരൂഹമായി തുടരുന്നു. കുമാരിഖണ്ഡം ഒരു യഥാർത്ഥ നാഗരികതയായിരുന്നാലും അതുമല്ലെങ്കിൽ ആകർഷകമായ ഇതിഹാസമായിരുന്നാലും അതിൻ്റെ പൈതൃകം ഭൂതകാലത്തിന്റെ നിഗൂഢതകളോടുള്ള മനുഷ്യന്റെ ആകർഷണത്തിന്റെ തെളിവായി നിലനിൽക്കുന്നു. കുമാരിഖണ്ഡത്തിൽ സംസാരിച്ചിരുന്ന മഹത്തായ പുരാതന തമിഴ് ഭാഷയുടെ വിളറിയ അവശിഷ്ടമായി അവർ ആധുനിക തമിഴിനെ അവതരിപ്പിച്ചു. ഇന്തോ ആര്യന്മാരും കുമാരിഖണ്ഡത്തിലെ പ്രോട്ടോ ദ്രാവിഡരുടെ പിൻഗാമികളാണെന്ന് ചില തമിഴ് എഴുത്തുകാർ അവകാശപ്പെടുന്നു. ദ്രാവിഡ ഭാഷകളുടെ കുടുംബത്തിന്റെ ഭാഗമായ തമിഴ് ഭാഷ രൂപത്തിന്റെ ക്രമമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയായി കണക്കാക്കുന്നു. കാരണം ഇതിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതിൻ്റെ ആദ്യത്തെ വ്യാകരണ പുസ്തകം BC 3000-ൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. 2000 വർഷത്തിലേറെ പഴക്കത്തിൻ്റെ ചരിത്രമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിലൊന്നാണ് തമിഴർ. ലോകമെമ്പാടും പ്രത്യേകിച്ച് മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, ഓസ്ട്രേലിയ, കാനഡ, USA എന്നിവിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു വലിയ തമിഴ് പ്രവാസി സമൂഹമുണ്ട്. തമിഴ് സംസ്കൃത സാഹിത്യത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പാണ്ഡ്യ രാജാക്കന്മാർക്ക് അവരുടെ ഭൂമിയുടെ ഒരു ഭാഗം സമുദ്രത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഐതിഹ്യം 19-ാം നൂറ്റാണ്ടിലെ ചില തമിഴ് നവോത്ഥാനവാദികൾ നഷ്ടപ്പെട്ട ഭൂഖണ്ഡവുമായി ബന്ധിപ്പിക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ തമിഴ് മത ഇതിഹാസമായ പുരാണത്തിലാണ് കുമാരിഖണ്ഡം എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെടുന്നത്. ലെമൂറിയയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൊളോണിയൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് നാടോടിക്കഥയിൽ വലിയ വിശ്വാസവും ചരിത്ര സംഭവങ്ങളായ വസ്തുതകളാണെന്ന് വിശ്വസിച്ചു. അതിനാൽ ലെമൂറിയയ്ക്ക് പകരം കുമാരിഖണ്ഡം ഉപയോഗിക്കുവാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിലെ തമിഴ് നവോത്ഥാനവാദികൾ കുമാരിഖണ്ഡമാണ് ആദ്യത്തെ 2 തമിഴ് സംഘങ്ങൾ സംഘടിപ്പിച്ച സ്ഥലമെന്ന് വിശ്വസിച്ചു. തമിഴ് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന നാഗരികതയുടെ കളിത്തൊട്ടിലാണിതെന്നും അവർ അവകാശപ്പെട്ടു. കുമാരിഖണ്ഡത്തിൻ്റെ കഥയും ദേശീയ വികാരങ്ങൾ നിറഞ്ഞതാണ്. പാണ്ഡ്യ രാജാക്കന്മാർ ഭാരത ഭൂഖണ്ഡം മുഴുവൻ ഭരിച്ചിരുന്നതായും തമിഴ് നാഗരികത ലോകത്തിലെ ആദ്യകാല നാഗരികതയാണെന്നും പലരും വിശ്വസിച്ചിരുന്നു. നഷ്ടപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന ഭൂഖണ്ഡം മുങ്ങിയതിനെ തുടർന്ന് അതിലെ നിവാസികൾ വിവിധ നാഗരികതകൾ സ്ഥാപിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തുവെന്നും അവകാശവാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുമാരിഖണ്ഡം മുഴുവൻ മനുഷ്യ നാഗരികതയുടെ സജ്ജീകരണത്തിന് സംഭാവന നൽകിയ വേദിയാണെന്ന് പറയപ്പെടുന്നു. കുമാരിഖണ്ഡവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം രാമന്റെ പാലം അല്ലെങ്കിൽ രാമസേതു എന്നും പ്രസിദ്ധമായ ആദാമിൻ്റെ പാലവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ചെറിയ ഉരുളൻ കല്ലുകളും ചെളിയും മണലും അടങ്ങുന്ന ചുണ്ണാമ്പു കല്ലുകളുടെ ശ്രീലങ്കയിലേക്കുള്ള ഒരു ശൃംഖലയാണ്. ഇത് സ്വാഭാവികമായി ഒരിക്കൽ രൂപപ്പെടുത്തിയതാണെന്ന് പറയപ്പെട്ടിരുന്നെങ്കിലും അടുത്ത കാലത്ത് നാസയുടെ ഉപഗ്രഹങ്ങൾ എടുത്ത ചിത്രങ്ങൾ പ്രകാരം സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ തകർന്നു കിടക്കുന്ന ഒരു നീണ്ട പാലമാണെന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു.
കൂടാതെ ഈ പാലത്തിന്റെ അസ്തിത്വം തന്നെ ഹൈന്ദവ മതഗ്രന്ഥമായ രാമായണത്തിൽ പരാമർശിക്കുന്ന മറ്റൊരു ഐതിഹ്യവും കൊണ്ടുവരുന്നുണ്ട്. ഈ ഐതിഹ്യമനുസരിച്ച് സീതയെ രാവണൻ തടവിലാക്കിയപ്പോൾ ശ്രീരാമൻ സമുദ്രം കടന്ന് വാനരസേനയുമായി ലങ്കയിലെത്താൻ ഈ പാലം ഉപയോഗിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിവാദങ്ങൾ നിറഞ്ഞതും യുക്തിസഹമായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമായ ഒന്നാണ് കുമാരികാണ്ഡത്തിന്റെ അസ്തിത്വം. ശാസ്ത്രത്തിലും യുക്തിയിലും വിശ്വസിക്കുന്നവർ അത്തരം ഊഹാപോഹങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു അവകാശവാദവും നിരാകരിക്കുമ്പോൾ ചില തമിഴ് ദേശീയവാദികളും നവോത്ഥാനവാദികളും ഇപ്പോഴും കുമാരികാണ്ഡം വളരെ യഥാർത്ഥമായിരുന്നുവെന്ന് അനുമാനിക്കുന്നു. സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായും അവനവന്റെ ഉത്തരവാദിത്തമാണ്. നഷ്ടമായ ഒരു നാഗരികത ഉണ്ടെന്ന ചിന്ത വളരെ ആകർഷകമാണെന്ന് തോന്നുന്നു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.